സോളാർ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമാണ് ജോൺ മുണ്ടക്കയത്തിന്റെ നിലപാട് തള്ളിക്കൊണ്ടുള്ള NK പ്രേമചന്ദ്രന്റെ നിലപാട്. നമുക്കൊപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അല്പസമയം മുമ്പ് KK രമ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, ഇതിൽ ചില ഒത്തുതീർപ്പുകൾ നടന്നു എന്ന സംശയം ആരംഭിക്കുന്നുണ്ട്. അതിൽ കോൺഗ്രസ് നേതൃത്വം കൂടി വ്യക്തത വരുത്തണമെന്നാണ് പറയുന്നത്. എന്താണ് നടന്ന ഒത്തുതീർപ്പ്? ഞാനറിഞ്ഞൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിട്ടില്ല. ഇനി ആരെങ്കിലും വേറെ ഒത്തുതീർപ്പിന് ഇതായിരുന്നു ഞങ്ങളുടെ എല്ലാം തലയ്ക്ക് മേലിൽ കൂടെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് ശ്രീമതി രമ തന്നെ പറഞ്ഞാൽ മതി. ഇതിൽ ഇപ്പം ഈ ജോൺ മുണ്ടക്കയം പറഞ്ഞത് പ്രകാരമുള്ള ആരോപണങ്ങൾ അല്പസമയം മുമ്പ് NK പ്രേമചന്ദ്രൻ നിഷേധിച്ചിട്ടുണ്ട്. പ്രേമചന്ദ്രൻ ഇതിൽ ഒരു ഇടനിലക്കാരനായിട്ടില്ലെന്നാണ് പറയുന്നത്. ശരിയാണോ? അങ്ങനെ പ്രേമചന്ദ്രൻ ഒരു ഇടനിലക്കാരനായിരുന്നു ഇതിൽ? ഇല്ല, പ്രേമചന്ദ്രൻ അങ്ങനെ വ്യക്തിപരമായി ആക്ഷേപിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സമരം നടത്തി ഞങ്ങൾ ആ സമരത്തെ വിജയകരമായി നേരിടുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ അതിനേക്കാൾ അപ്പുറത്ത് ഒരു കാര്യമില്ല. ഞങ്ങൾ ഈ കാര്യത്തിനകത്തൊക്കെ വളരെ തുറന്ന മനസ്സുമായിട്ട് നിൽക്കുകയാണ്. ഒരു കാര്യം കൂടിയുള്ളത്, നമ്മളൊക്കെ മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ്. എന്നിരുന്നാൽ കൂടി ഈ ഘട്ടത്തിൽ വീണ്ടും ചർച്ചയാകുമ്പോൾ ഒരു കൂടി ആവർത്തിക്കുകയാണ്. ഈ CPM എന്ന ഈ സോളാർ വിഷയത്തിൽ സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടത്തിയതിന്റെ ഫലമായി നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്ന എന്തെങ്കിലും തീരുമാനത്തിൽ നിന്ന് കൂടുതലായ തീരുമാനം എടുത്താണോ അന്ന് സർക്കാർ, മുഖ്യമന്ത്രി അന്ന് വാർത്താ സമ്മേളനം നടത്തിയത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 11 വർഷം കഴിഞ്ഞില്ലേ, എന്താ തീരുമാനം എടുത്തെന്നുള്ളത് ആരിൽ നിന്നെങ്കിലും ഒളിച്ചു വെക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് സമർത്ഥരായ മാധ്യമ പ്രവർത്തകർ, നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒളിച്ചു വെക്കാൻ പറ്റുമോ? ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങൾ വളരെ ട്രാൻസ്പെറന്റ് ആണ്. അവര് ഞങ്ങളുടെ നടപടികൾ എല്ലാം പൂർണ്ണമായിട്ട് അവരും അംഗീകരിച്ചു. സമരം നിർത്തിയതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ നിയമസമാധാന രംഗം ഭംഗിയായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൽ നിന്നും ആ പരിശ്രമം ഭംഗിയായി നിറവേറ്റിച്ചു. അന്ന് കോൺഗ്രസ് ഭരിക്കുന്നു, CPM പ്രതിപക്ഷത്താണ്. സ്വാഭാവികമായും ചില ഒത്തുതീർപ്പ് നടന്നു എന്ന ആക്ഷേപം ഉയരുന്നു. അപ്പോൾ രണ്ട് ഭാഗത്തും എന്തോ ചില ഒത്തുതീർപ്പ് നടന്നു എന്ന പൊതു കേന്ദ്രങ്ങളിൽ നിന്ന് ചർച്ചയും ഉണ്ടാവുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒത്തുതീർപ്പ് നടന്നു എന്ന് ആക്ഷേപിച്ച ആളുകളാ പറയുന്നത്. എന്താ ഒത്തുതീർപ്പ് നടന്നത്? അവരല്ലേ പറയുന്നത്. യഥാർത്ഥത്തിൽ ഒത്തുതീർപ്പ് നടന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരത് പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒത്തുതീർപ്പ് എന്ന് കൂടി പറയാനുള്ള രാഷ്ട്രീയ സത്യസന്ധത അവർ കാണിക്കട്ടെ. അത് പറയട്ടെ, അപ്പൊ അതിന് മറുപടി പറയാം. അല്ല, ഈ KK രമയൊക്കെ പറയുന്നത് TP കേസിൽ താങ്കൾ അങ്ങനെ ഒരു ഒത്തുതീർപ്പ് നടന്നിട്ടില്ലെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാൽ പോലും അവർക്ക് ഇപ്പോഴും സംശയമുണ്ട്. എന്താണ് TP കേസിൽ ഈ പിന്നോട്ട് പോക്കുണ്ടായത്? അവര് തന്നെ ഹൈക്കോടതി പോയല്ലോ. അപ്പൊ ഹൈക്കോടതി പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അവര് തന്നെ കക്ഷി ചേർന്നിരുന്നല്ലോ. രമ തന്നെ പേഴ്സണലായിട്ട് കക്ഷി ചേർന്നിരുന്നല്ലേ. അപ്പൊ അവർക്ക് ഹൈക്കോടതി പറയാമായിരുന്നല്ലോ. അവിടെ ഒന്നും പറയാത്ത ഒരു കാര്യം ഇന്നിപ്പോ പുതിയ രൂപത്തിൽ കൊണ്ടുവന്ന ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞ് ശത്രുപക്ഷത്ത് ആയുധം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പണി എനിക്കുള്ളതല്ല. അത് ഞാൻ ചെയ്യത്തില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മറ്റൊരു വിഷയമാണ്. അതായത് CPM ഇന്ന് കണ്ണൂരെ ഒരു നീക്കം. ബോംബ് നിർമ്മാണത്തിൽ 2015 മരണപ്പെട്ടവർക്ക് സ്മാരകം നിർമ്മിച്ചു CPM എന്നതാണ് കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്ത. ആഭ്യന്തരമന്ത്രിയായിരുന്ന താങ്കൾക്കറിയാം സംസ്ഥാനത്തിന്റെ ഈ കണ്ണൂർ രാഷ്ട്രീയത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. CPM ഇത്തരമൊരു നീക്കം നടക്കുമ്പോൾ മുമ്പ് തങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ ഒരു സ്ഫോടന വിഷയത്തിൽ ഇപ്പോൾ അതിൽ ബന്ധപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരകം നിർമ്മിക്കുമ്പോൾ CPM ലക്ഷ്യമിടുന്നത് എന്താണ്? ചെയ്യുമെന്ന് ആർക്കൊക്കെ പറയാൻ പറ്റുക. കണ്ണൂർ ജയിലിനകത്ത് പോലും രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കിയ ആളുകളാണ്. അത് ഞാൻ തന്നെ നേരിട്ട് അത് പോയി കണ്ടതാണ്. ഞാനാണത് പിടിപ്പിച്ചത്. അങ്ങനെ പലതും അവർ ചെയ്തിട്ടുണ്ട്. അവര് സത്യം പറഞ്ഞാൽ രക്തസാക്ഷികളെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പണിയാണ് എടുക്കുന്നത് എന്നുള്ളതല്ലേ നാട്ടുകാർ വിശ്വസിക്കേണ്ടത്. ഇത്രയൊരു അനീതിക്ക് വേണ്ടി അവരെ പോലെയുള്ള ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി കൂട്ടി നിൽക്കാറുണ്ടോ? അതിൽ CPM മുഴുവൻ ആളുകളും അവരോട് യോജിക്കും എന്നെനിക്ക് കരുതുന്നില്ല. ഏതെങ്കിലും ചില്ലറ ആളുകൾ അതിൽ കണ്ടടച്ചിട്ടുണ്ടാവുകയും. അതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരണം. എന്തായാലും വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. KK രമ അടക്കം ഈ സോളാർ വിഷയത്തിലെ ഒത്തുതീർപ്പ് ആരോപണം ഉന്നയിക്കുന്നതിൽ ഒരു വസ്തുത ഇല്ല എന്നതുമാണ് തിരുവഞ്ചൂരിന്റെ പ്രതികരണം. മുമ്പ് എന്തുകൊണ്ട് രമ ഇക്കാര്യം ഉന്നയിച്ചില്ല എന്ന ആക്ഷേപം കൂടി ഉന്നയിക്കുന്നു. ഒപ്പം കോടതിയിൽ പോയതല്ലേ, അപ്പോൾ ഇത് ഉന്നയിക്കാമായിരുന്നില്ല എന്നതാണ്. എന്തായാലും സോളാർ വിവാദങ്ങളുടെ പുതിയ പശ്ചാത്തലം അത് കോൺഗ്രസിന് പുതിയ പ്രതിസന്ധിയാവുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന് ഇത് തിരിച്ചു കൊത്തുമോ എന്ന ചോദ്യം കൂടി വരുന്നു. ജോൺ മുണ്ടക്കയം ഉന്നയിച്ച ആക്ഷേപം ഇപ്പോൾ UDFന്റെ ഭാഗമായിരുന്ന, അന്ന് ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്ന NK പ്രേമചന്ദ്രൻ അടക്കം നിഷേധിച്ചു എന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്.